ക്യാബിൻ പുഷ് മാറ്റാൻ വേണ്ടി അഴിക്കാൻ കേട്ടോ. ക്യാബിൻ്റെ റാഡ് അയച്ചിട്ട് അയക്കുന്ന പണിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ വർക്ക്ഷോപ്പിൽ വന്ന് നോക്കിയപ്പോഴുള്ള അവസ്ഥയാണ്. വണ്ടിയുടെ നോസിലും പമ്പൊക്കെ അയച്ച് റിപ്പയറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാനതൊക്കെ ആയിട്ട് ക്യാബിൻ ബുഷൊക്കെ മാറ്റി. പിന്നെ താഴത്തുള്ള ബുഷുകളൊക്കെ മാറ്റി എന്ന് തോന്നുന്നു, ചോദിച്ച് നോക്കണം. ऊपर नहीं करेगा, नीचे करके रखो तो। ഒരു വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കുന്ന കോലമാണ്. ഇനി ഫുള്ള് അടിച്ചോളി. നമ്മുടെ കമ്പനിയിലെ എൻജിൻ കംപ്ലൈൻ്റ് ആയ വണ്ടിയുടെ പണി ലൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇതുപോലെ എൻജിൻ പണി കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലിട്ടിക്കാം. 2 ദിവസം തുടർച്ചയായിട്ട് സ്റ്റാർട്ടിങ്ങിലിടണമെന്നാണ് അവരുടെ കണക്ക്. എൻജിൻ പണി കഴിഞ്ഞ വണ്ടി 2 ദിവസം തുടർച്ചയായിട്ട് സ്റ്റാർട്ടിങ്ങിലിടണം. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട്. ഫുൾ ടാങ്ക് ഒന്നും വേണ്ട, ഒരു 60-70 ലിറ്റർ എണ്ണ ആവുള്ളൂ 2 ദിവസം ഫുള്ള് സ്റ്റാർട്ട് ചെയ്യണത്. വീഡിയോ ഇതാണ് ഞങ്ങൾ മുദീർ ഫോർമാൻ സച്ചിൻ. മൊത്തം പോയില്ലേ? ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ കേട്ടോ. സസ്പെൻസിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. ഞങ്ങളെ കംപ്ലൈൻ്റ് ആയ ഫുള്ള് സെറ്റാക്കി കൊണ്ടുവന്ന എൻജിനാണ്.
സ്റ്റെപ്പ് പൊട്ടിയത് മാറ്റി ലൈറ്റും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടാണ് അത് മാറ്റണം. പഴയത് എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. സേഫ്റ്റി പുതിയ 10 ഇഞ്ചിൻ്റെ സേഫ്റ്റി ഇത് നിർബന്ധം കേട്ടോ. സൗദിയിൽ ഓടുന്ന എല്ലാ വണ്ടികൾക്കും നിർബന്ധമാണ്, ട്രക്കുകൾക്ക്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നാളത്തോടു കൂടി മിക്കവാറും പണി, അത് 3ാമത്തെ ദിവസമാണ് കേട്ടോ. എല്ലാ പണിയും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കാരണം നമ്മൾ വെറുതെ വന്നിട്ട് കാര്യമില്ല, വൈകുന്നേരം ഒന്ന് വന്ന് നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കാര്യമില്ല. വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വെറുതെ ഇവിടെ നിൽക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്. വെൽഡിങ് വർക്ക്ഷോപ്പിലെ കാഴ്ചകൾ, പെയിൻ്റ് അടിക്കുന്നുണ്ട്. അവിടെ പഴയ സേഫ്റ്റിയാണ് ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് കമ്പിക്കോ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇതന്നെ മതി ശരിക്ക്. പക്ഷേ ഇഞ്ച് വലിപ്പം കൂട്ടണം, അതാണ് ഇപ്പോഴത്തെ നിയമം.